الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين. സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ ദിനത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളിയിൽ ഇഅ്തികാഫ് കരുതി ജുമാക്ക് വേണ്ടി സമ്മേളിച്ചതുപോലെ അള്ളാഹുവിൻ്റെ അനശ്വരമായ സ്വർഗ്ഗപൂങ്കാവനത്തിൽ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും ഇടം പ്രദാനം ചെയ്യട്ടെ. രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ബന്ധങ്ങളിൽ, പരിചയങ്ങളിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു പൂർണ്ണ ശിഫാവും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. സഹോദരന്മാരെ, കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള, വളരെയധികം മഹത്വമുള്ള നാളുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദുൽഹജ്ജ മാസത്തിലെ ഏറ്റവും സുപ്രധാനമായ ആദ്യത്തെ 10 ദിനങ്ങളിലാണ് നാം. ഹജിമാർ അവരുടെ നിർബന്ധ കർമ്മമാകുന്ന ഹജ്ജ് നിർവഹിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഈ നാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അറഫ ദിനം. ഒരു ഉത്ബോധനത്തിൻ്റെ ആവശ്യമില്ലാതെ ഇസ്ലാമിക സമൂഹം ഏറെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്ത മഹത്തായ ദിനമാണ് അറഫ ദിനം. അറഫ എന്ന വാക്കിന് തിരിച്ചറിവ് എന്നർത്ഥം പറയാം. അറഫ എന്ന വാക്ക് മനസ്സിലാക്കി, അറിഞ്ഞു എന്നൊക്കെയാണ് അതിനർത്ഥം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹജ്ജിൻ്റെ അനുഷ്ഠാന മുറകളും കർമ്മങ്ങളുമൊക്കെ മനസ്സിലാക്കി കൊടുത്തതിൻ്റെ ശേഷം അറഫയിലെത്തിയപ്പോൾ പ്രവാചകനോട് അറഫ്ത എന്ന് ചോദിച്ചു അത്രേ. മനസ്സിലായോ പ്രവാചകരെ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നഅം, അതെ, ഞാൻ മനസ്സിലാക്കി, അറിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അറഫ എന്ന പേര് വന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇമാമിയങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു അഭിപ്രായം, ആദമും ഹവ്വായും അലൈഹിമുസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കൃതരായി ഭൂമിയിൽ കാലങ്ങളോളം അലഞ്ഞ് അവസാനം അവരുടെ പുനഃസമാഗമത്തിന് വേദിയായ, പരസ്പരം കാണാനും അറിയാനും കണ്ടെത്താനും നിമിത്തമായ ഇടം അത് അറഫയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അറഫ ഭൂപ്രദേശത്ത് വെച്ചാണ്. ഏറ്റവും പ്രധാനമായ ഒരു അഭിപ്രായം, സ്വന്തം തെറ്റുകൾ തിരിച്ചറിയുന്നൊരു സ്ഥലമാണ് അറഫ എന്നുള്ളതാണ്. ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നൊഴുകിയെത്തിയ 30 ലക്ഷത്തോളം മനുഷ്യർ, അവർക്ക് സ്വയം ബോധമുണ്ടാവുകയും തൻ്റെ തെറ്റുകുറ്റങ്ങളെ സ്വയം മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്ന സ്വയം തിരിച്ചറിവിൻ്റെ ഒരു ഇടം, അതാണ് അറഫ. അതേറ്റവും പ്രധാനമാണ്. അതാണ് ഇന്ന് ഒരുപാട് ആളുകൾക്ക് ഇല്ലാതെ പോയത്. നമുക്കൊക്കെ പല സമയത്തും ഇല്ലാതെ പോകുന്ന അതാണ്. നാം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, അവരുടെ കുറവുകൾ, ന്യൂനതകൾ, അവരുടെ അപാകതകൾ അത് കണ്ടെത്താനും ചുഴിഞ്ഞന്വേഷിക്കാനും അതിനെ വിമർശിക്കാനും മുതിരുമ്പോൾ സ്വയം തിരിച്ചറിയാൻ നമുക്ക് ആർക്കും സാധിക്കാറില്ല. നമ്മുടെ തെറ്റുകുറ്റങ്ങളെ ന്യായീകരിക്കാനും അതിൽ പിടിച്ചു തൂങ്ങാനുമല്ലാതെ അത് തിരുത്താനോ അല്ലെങ്കിൽ അതിൽ ഒന്ന് താഴോട്ട് വരാനോ പലപ്പോഴും മനുഷ്യർ തയ്യാറാവാറില്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വആഖറൂന അതറഫു ബിദുനൂബിഹിം, വേറെ ചില ആളുകളുണ്ട്, അവർ അവരുടെ തെറ്റുകൾ തിരിച്ചറിയുന്നു, തൻ്റെ ദോഷങ്ങളെ മനസ്സിലാക്കുന്നു, സ്വയം സമ്മതിക്കുന്നു, തെറ്റുകൾ മനസ്സിലാക്കുന്നു. എന്നാൽ വഖലതു അമലൻ സ്വാലിഹൻ, കുറേ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വാഖറ സയ്യൻ, കുറേ തെറ്റുകളുമൊക്കെ സംഭവിക്കുന്നുണ്ട്. സാധാരണ ഒരു പൊതു മുസ്ലിമിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോകുന്നു, ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റിപ്പോകുന്നു. എന്നാലോ ധാരാളം സൽക്കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ കുറേ മനുഷ്യരുണ്ട്. അവർക്ക് സ്വയം കുറ്റബോധമുണ്ടാകും, സ്വയം തിരിച്ചറിയും. അവർ അസല്ലാഹു അൻ യതൂബ അലൈഹിം, അള്ളാഹു അവരുടെ പാപം പൊറുക്കുന്നതാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. ഭയപ്പെടേണ്ടതില്ല. ഖുർആന്റെ കൃത്യമായിട്ട് സന്ദേശമാണ്. ജീവിതത്തിൽ തെറ്റുകൾ പറ്റിപ്പോകും, അബദ്ധങ്ങൾ സംഭവിച്ചു പോകും, പക്ഷെ സൽക്കർമ്മങ്ങൾ ഉണ്ടാവണം. പക്ഷെ ഏറ്റവും വേണ്ടത് വാഖറുന അതറഫു ബിദുനൂബിഹിം, തെറ്റുകൾ തിരിച്ചറിയാൻ കഴിയുക, കുറ്റബോധം ഉണ്ടാവുക. എന്നാൽ അസല്ലാഹു അൻ യതൂബ അലൈഹിം, അള്ളാഹു തൗബ സ്വീകരിക്കും. പിന്നെ അള്ളാഹു ലാസ്റ്റ് പറയുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ അല്ല, അള്ളാഹു ഇന്നല്ലാഹ ഗഫൂർ റഹീം, അള്ളാഹു ഗഫൂറാണ് കേട്ടോ, അവൻ റഹീമാണ് കേട്ടോ, അവൻ ഏറെ പൊറുക്കുന്നവനും നിങ്ങളോട് ഏറെ കരുണയും ആർദ്രതയും ഉള്ളവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു കൃത്യമായിട്ട് പറയുന്നു.
ഈ ആയത്തിറങ്ങുന്നത് മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചാണ്. സ്വഹാബിയാണ് അദ്ദേഹം, മദീനക്കാരനായ സ്വഹാബിയാണ് അബൂ ലുബാബ. അദ്ദേഹത്തിൻ്റെ മക്കൾ ചില തെറ്റുകളെ പറ്റിപ്പോയി. രണ്ടഭിപ്രായങ്ങളുണ്ട്. ഒന്നൊരു യുദ്ധത്തിൽ പങ്കെടുക്കാതെ മനഃപൂർവ്വം അദ്ദേഹം മാറി നിന്നു. ഇങ്ങനെ കുറ്റബോധമുണ്ടായ സമയത്ത് അദ്ദേഹത്തിന് ബോധ്യം വന്നു തെറ്റായിപ്പോയി എന്ന്. അദ്ദേഹം മദീന പള്ളിയിൽ വന്നു. മസ്ജിദുൻ നബവിയിലെ ഒരു തൂണിൽ അദ്ദേഹം സ്വയം ബന്ധിതനായി കെട്ടിയിട്ടു. അദ്ദേഹത്തിന് തന്നെ അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി വരാതെ, അല്ലെങ്കിൽ എന്നെ അള്ളാഹു കുറ്റമുക്തനാക്കാതെ ഞാൻ ബന്ധനത്തിൽ നിന്ന് മാറില്ല. വല്ലാഹി ലാ ഉത്രിഖു നഫ്സി ഹത്താ യതൂബ അല്ലാഹു അലയ്യ. എന്റെ തൗബ അള്ളാഹു സ്വീകരിക്കാതെ ഞാൻ ബന്ധനമുക്തനാവില്ല എന്ന് പറഞ്ഞ് സ്വയം ബന്ധിതനായി കിടന്നു. ദിവസങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തിന് ആവശ്യമായ ഭക്ഷണമൊക്കെ ഭാര്യ കൊണ്ടുപോയി കൊടുക്കും. പ്രാഥമിക കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രം കെട്ടഴിച്ച് അദ്ദേഹം പുറത്തുപോയി വീണ്ടും തിരിച്ചു വന്ന് തൂണിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. വല്ലാത്ത കുറ്റബോധമാണ്. അതാണ് സ്വയം തിരിച്ചറിയുന്ന കുറ്റങ്ങളെക്കുറിച്ച്, അപാകതകളെക്കുറിച്ചുള്ള സ്വയം ബോധ്യമുണ്ടാവുക എന്നുള്ളത്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറക്കി, വആഖറൂന അഅ്തറഫു ബിദുനൂബിഹിം വഖലതു അമലൻ സ്വാലിഹൻ വഅഖറ സയ്യൻ. കുറേ തെറ്റുകളൊക്കെ ചെയ്യും, എന്നാൽ ധാരാളം നന്മകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ കുറ്റബോധമുണ്ട്. അസല്ലാഹു അൻ യതൂബ അലൈഹിം. അവർ തൗബ അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു ഗഫൂറുൻ റഹീമുമാകുന്നു. ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബത്ത് ഓടി വന്നുകൊണ്ട് അദ്ദേഹത്തിനെ കെട്ടഴിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, പറ്റില്ല, എൻ്റെ കെട്ടഴിക്കേണ്ടത് വല്ലാഹി ലാ യഹ്ലുനി ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വന്തം കൈകൊണ്ട് എൻ്റെ കെട്ടുകൾ അഴിക്കണം, എന്നാലേ ഞാൻ അവിടുന്ന് പോകും എന്ന് പറയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തിരുകൈ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കെട്ടുകൾ അഴിച്ചു കൊടുക്കുകയും ബന്ധനമുക്തരാക്കുകയും ചെയ്തു. അപ്പോൾ സ്വയം തിരിച്ചറിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ഏറ്റവും കൂടുതൽ പ്രകടമായി കാണപ്പെടുന്ന ഇടമാണ് അറഫയിൽ. നാം നമ്മുടെ കണ്ണുകൊണ്ട് കാണാറുണ്ട്. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് വിതുമ്പി കരയുന്ന അനേക ലക്ഷം മനുഷ്യർ അവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതകാല യാത്രയിൽ അനുഭവിച്ച അല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റുകളെ ഏറ്റുപറയുകയാണ് കാരുണ്യവാനായ റബ്ബിൻ്റെ മുമ്പിൽ. ഏറ്റവും സുപ്രധാനമായ നാളാണ് അറഫ എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹജ്ജിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അറഫയിൽ നൃത്തമാണ്. മക്കയിൽ നിന്ന് 10-22 കിലോമീറ്ററുകൾ അകലെയുള്ള വിശാലമായ ഒരു പ്രദേശമാണത്. ഏകദേശം ഒരു 10 കിലോമീറ്ററോളം നീളവും ഒരു 5-6 കിലോമീറ്റർ വീതിയുമുള്ള അതിവിശാലമായ ഭൂപ്രദേശം. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ സമ്മേളനം നടക്കുന്ന ഇടമാണത്. അവിടെ വെച്ചുകൊണ്ടാണ്, അറഫയിൽ വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നത് ഹാജിമാരുടെ പാപങ്ങൾ പുറത്തിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാകുന്ന അറഫയിൽ നിന്നില്ലെങ്കിൽ ഒരാൾക്ക് ഹജ്ജ് ലഭിക്കില്ല. തവാഫിന് സമയമുണ്ട്, മാറ്റിവെക്കാവുന്നതാണ്. മുസ്ദലിഫയിലെ നൃത്തത്തിന് പരിഹാരമുണ്ട്, രാത്രി താമസിക്കുന്നത് ഒഴിവാക്കിയാൽ പരിഹാരമുണ്ട്. കല്ലെറിയാൻ പറ്റിയില്ലെങ്കിൽ പരിഹാരമുണ്ട്. പക്ഷെ അറഫയിലെ നൃത്തം ഒരു വ്യക്തിക്ക്, ഒരു ഹാജിക്ക് നഷ്ടപ്പെട്ടു പോയാൽ അവൻ്റെ ഹജ്ജ് ലഭിക്കില്ല. അൽ ഹജ്ജ് അറഫ. അല്ലാഹു റസൂൽ പറഞ്ഞു, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അറഫയിൽ നൃത്തമാണ്. ഏറ്റവും മഹത്തായ ദിവസമാണത്. ഒരു വർഷത്തെ പകലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പകലാണ് അറഫയുടെ പകൽ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുൽ അയ്യാമി യൗമു അറഫ. ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം അറഫ ദിനമാകുന്നു എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വേറെ ഹദീസിൽ കാണാൻ കഴിയും, മാ മിൻ അയ്യാമിൻ അഫ്ളലു ഇൻദല്ലാഹി മിൻ യൗമി അറഫ. അറഫയേക്കാൾ ശ്രേഷ്ഠതയുള്ള മറ്റൊരു ദിവസവുമില്ല. യൻസിലുല്ലാഹു ഇലസ് സമാഇ ദുനിയാ. അല്ലാഹു ഒന്നാം ആകാശത്തിൽ വന്നുകൊണ്ട് ഫയുബാഹി ബി അഹ്ലിൽ അർളി അഹ്ലസ് സമാ. വാനലോകത്തുള്ള കോടാനുകോടി മലക്കുകളോട് അള്ളാഹു അഭിമാനത്തോടുകൂടി ഈ മനുഷ്യരെ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കും. ലോകത്തിൻ്റെ നാഥനായ അള്ളാഹുവിൻ്റെ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ കണ്ടില്ലേ മനുഷ്യരെ, മലക്കുകളെ, ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് ശരീരമാകമാനം പൊടിപുരണ്ട് വളരെയധികം ശാരീരികമായി തകർന്ന് അവശതകൾ അനുഭവിച്ചുകൊണ്ട് ഒരുപാട് പണം മുടക്കി ഈ പുണ്യഭൂമിയിൽ വന്നിരിക്കുന്നത് എൻ്റെ മഗ്ഫിറത്ത് കുതിച്ചുകൊണ്ടാണ്, എൻ്റെ റഹ്മത്ത് കുതിച്ചുകൊണ്ടാണ്, നിങ്ങൾ കാണുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അഭിമാനത്തോടുകൂടി മലക്കുകളോട് സംസാരിക്കുന്ന ദിവസമാണ് അറഫ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നത്തെ പ്രാർത്ഥന, അറഫാ ദിനത്തിൽ നിർവഹിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും ഹൈറായ പ്രാർത്ഥന. നാം ഒരുപാട് ദുആ ചെയ്യാറുണ്ട്. നമ്മുടെ ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അറഫ. അറഫാ ദിനത്തിൽ നിർവഹിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള പ്രാർത്ഥന. അന്ന്
നിർവഹിക്കപ്പെടേണ്ട ഏറ്റവും മഹത്തായ പ്രാർത്ഥനയും ദിക്റും ഞാനും എൻ്റെ മുമ്പ് ലോകത്ത് കടന്നു വന്ന സകലമാന പ്രവാചകന്മാരും പ്രാർത്ഥിച്ച പറഞ്ഞ പ്രാർത്ഥനാവചനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, അവന് പങ്കാളികളില്ല, അവനേകനാണ്, അവനാണ് സർവാധിപത്യം, അവനാണ് സർവസ്തുതിയും, അവൻ എല്ലാറ്റിനും കഴിവുറ്റവനാകുന്നു എന്നുള്ള അള്ളാഹുവിന്റെ തൗഹീദും അവന്റെ അജയ്യതയും ഒക്കെ പ്രഖ്യാപിക്കുന്ന മഹത്തായ പ്രാർത്ഥന വചനം. അതാണ് അറഫയിലെ ഏറ്റവും ഉത്തമമായ ദിക്ർ, ആ ദിവസത്തെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അള്ളാഹു ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നരകമുക്തി കൊടുക്കുന്ന ദിവസം എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകൾക്ക് കണക്കില്ലാത്ത പാപമുക്തി, പാപമോചനം കൊടുക്കുന്ന ദിവസം. ഹദീസ് കാണാൻ കഴിയും, മാ മിൻ യൗമിൻ അക്സർ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിനത്തിനേക്കാൾ അള്ളാഹു ആളുകൾക്ക് നരകമോചനം കൊടുക്കുന്ന മറ്റൊരു ദിവസവുമില്ല എന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വഇന്നഹു ലയദുനു, അള്ളാഹു ആ ദിവസം മനുഷ്യരുടെ ഏറ്റവും കൂടുതൽ അടുക്കുന്നു. സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, എന്നിട്ട് മലക്കോട് അള്ളാഹു അന്തസ്സോടെ സംസാരിക്കും. മാ അറാദ ഹഉലാ, അള്ളാഹു അറഫ മരുഭൂമിയിൽ വിശാലമായി കിടക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു മലക്കോട് ചോദിക്കും, മാ അറാദ ഹഉലാ, ഇവർക്ക് എന്ത് വേണം, ഇവർക്ക് എന്താണ് വേണ്ടത്, ഇവർ എന്തുദ്ദേശിക്കുന്നു, അത് ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് അള്ളാഹു പ്രഖ്യാപിക്കുന്ന അതീവ മനോഹരമായ ദിവസമാണ് അറഫ ദിനമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം കൊണ്ടും വളരെ മഹത്വമുള്ള, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണതയുടെ പ്രഖ്യാപനം ഉണ്ടായ ദിവസം ചെറിയ ദിവസമാണ്. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശുദ്ധ ഇസ്ലാം സമ്പൂർണ്ണമായി എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ദിവസമാണത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ലോകത്ത് ഒരുപാട് ഇസങ്ങളും ആശയങ്ങളും തത്വസംഹിതകളും മതങ്ങളും ഒക്കെ കടന്നു വന്നു. എല്ലാം മനുഷ്യനെ കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഒഴുകിപ്പോയി. ഇന്ന് പിടിച്ചു നിൽക്കാൻ പാടുപെടുന്നു. ഒരുപാട് മതങ്ങളും ആശയങ്ങളും ഒക്കെ വലിയ മാറ്റങ്ങൾ വരുത്തി. പക്ഷേ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്ത് കടന്നു വന്ന പരിശുദ്ധ ഇസ്ലാം, അല്ലെങ്കിൽ അതിനു മുമ്പ് നബി മുതൽ കടന്നു വന്ന ഇസ്ലാം, നബിയോടുകൂടി പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാം, അതിൻ്റെ ഒരു വള്ളി പുള്ളി മാറ്റം വരുത്തേണ്ടി വന്നിട്ടില്ല ഇതുവരെ. വിശുദ്ധ ഖുർആൻ ഒരു മാറ്റം വരുത്തിയിട്ടില്ല, ഹദീസുകളിൽ മാറ്റം ഉണ്ടായിട്ടില്ല, ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കാലം എത്ര പുരോഗതി പ്രാപിച്ചാലും, ശാസ്ത്രീയ സാങ്കേതിക രംഗങ്ങളിൽ നവങ്ങളായ നേട്ടങ്ങളും പുരോഗതികളും മനുഷ്യൻ ആർജിച്ചാലും, ഇസ്ലാം എന്ന് റസൂലുള്ളാഹിന്റെ കാലത്തുള്ളതുപോലെ ഇന്നും അതുപോലെ മനോഹരമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. പല മാറ്റങ്ങൾക്കും പല ആളുകളും ശ്രമിക്കാറുണ്ട്. പക്ഷേ അന്ന് എത്രമാത്രം പ്രസക്തമാണോ അതിനേക്കാളും കൂടുതൽ നൂതനവും പ്രസക്തവും നിത്യഹരിതവുമായിട്ട് ഇന്നും വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ തിരുമാതൃകയും ലോകത്തിന്റെ മുമ്പിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇസ്ലാമിന്റെ പൂർത്തീകരണ പ്രഖ്യാപനം ഉണ്ടായത് അറഫ ദിനത്തിലാണ്. അറഫ ദിനത്തിലെ നോമ്പ് ഏറ്റവും ശ്രേഷ്ഠത, എല്ലാം കൊണ്ടും ധന്യമാണ് അറഫ ദിനം. അറഫ ദിനത്തിലെ നോമ്പാണ് സുന്നത്ത് നോമ്പുകളുടെ നേതാവ്. ഒരുപാട് സുന്നത്ത് നോമ്പുകളില്ല, അതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് മുഅക്കദായ സുന്നത്താണ് അറഫ ദിനത്തിലെ നോമ്പ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സിയാമു യൗമി അറഫ, അറഫ ദിനത്തിലെ നോമ്പ് യുകഫിറു സനത്തൽ മാദിയത വൽ ബാഖിയ എന്നാണ്. 2 കൊല്ലത്തെ പാപങ്ങൾ പൊറുപ്പിക്കുമെന്നാണ്. അടുത്ത വർഷത്തെ, ഈ കൊല്ലത്തെ മാത്രമല്ല, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ കൂടി പൊറുപ്പിക്കുന്ന അത്രമാത്രം ഫضലുള്ള പവറുള്ള നോമ്പാണ് അറഫ ദിനത്തിലെ നോമ്പ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം പുറമെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രൗഢമായ പ്രഭാഷണമാണ് അറഫയെ നമ്മുടെ മനസ്സിലേക്ക് ഒരു വിശ്വാസിയുടെ മനസ്സിൽ അറഫ ദിനം വരുമ്പോൾ ഓർമ്മയിൽ തെളിഞ്ഞു വരിക. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മുമ്പിൽ തടിച്ചുകൂടിയ ആ ജനലക്ഷങ്ങളോട് 1,40,000-ഓളം വരുന്ന മനുഷ്യരോട് നടത്തിയ പ്രൗഢമായ പ്രഭാഷണം അതൊരു നീണ്ട പ്രസംഗമായിരുന്നില്ല. ഒരുപാട് കത്തിക്കയറി നടത്തിയ പ്രസംഗമായിരുന്നില്ല. ഏതാനും മിനിറ്റുകൾ മാത്രം, 5-8 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഹ്രസ്വമായ ഭാഷണം. പക്ഷെ അതിലെല്ലാം ഉണ്ടായിരുന്നു. അതിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പരാമർശിക്കപ്പെട്ടു, ഇസ്ലാമിൻ്റെ സാമൂഹ്യ ബന്ധങ്ങളുമായി പരാമർശിക്കപ്പെടുന്ന വിഷയങ്ങളുണ്ടായി, ഇസ്ലാമിൻ്റെ സാമ്പത്തിക ശാസ്ത്രം അനാവരണം ചെയ്യപ്പെട്ടു, ഇസ്ലാമിലെ സ്ത്രീകളോടുള്ള അതുപോലെ തന്നെ സമൂഹത്തിലെ അടിസ്ഥാന വർഗത്തിനോടുള്ള പെരുമാറ്റ ശൈലികൾ പരാമർശിക്കപ്പെട്ടു. എല്ലാം കൃത്യമായിട്ട് പറയപ്പെട്ട മനോഹരമായ ഭാഷണം. ഏറ്റവും പ്രധാന മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. മനുഷ്യാവകാശ പ്രഖ്യാപനം നിർവഹിക്കപ്പെട്ടു 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അറഫയിൽ വെച്ചുകൊണ്ട്. ലോകത്തെ പരിചയമില്ലാത്ത കാര്യമായിരുന്നു അത്.
ഉച്ചനീചത്വത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, നാടുകളുടെ അതിർത്തികളുടെ പേരിൽ, ഗോത്രങ്ങളുടെ പേരിൽ മനുഷ്യർ പരസ്പരം സംഘർഷത്തിലും കലാപത്തിലും യുദ്ധങ്ങളിലും ആറാടിയുന്നൊരു കാലത്താണ് മനുഷ്യൻ്റെ അഭിമാനവും അവൻ്റെ സമ്പത്തും അവൻ്റെ ജീവനുമൊക്കെ ഏറ്റവും പ്രധാനമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു മാത്രം തയ്യാറായത്. 1948 അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ UDHR എന്ന് പറയുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭ നിർവഹിക്കുന്നത് 1948. അവിടെ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പരാമർശിക്കപ്പെട്ടത് മനുഷ്യനുമായി ബന്ധപ്പെട്ട്. മനുഷ്യന്റെ സ്വത്തും ജീവനും സുരക്ഷിതമായിരിക്കണമെന്നാണ്. മനുഷ്യന്റെ സ്വത്തും ജീവനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഐക്യരാഷ്ട്രസഭ മാറ്റിവെച്ചു, അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല. അത് അല്ലാഹുവിൻ്റെ റസൂലാ പറഞ്ഞത്. എന്താണ്? മനുഷ്യന്റെ അഭിമാനം ഏറ്റവും വലുതാണത്. മനുഷ്യന്റെ അഭിമാനം, അന്തസ്, അത് കളങ്കപ്പെടാൻ പാടില്ല, അതിന് ക്ഷതമുണ്ടാവാൻ പാടില്ല. സമ്പത്തില്ലെങ്കിലും ജീവൻ പോലും നഷ്ടപ്പെട്ടാലും മനുഷ്യൻ ഏറ്റവും പ്രധാനമായി കാണുന്നതാണ് മനുഷ്യന്റെ അന്തസ്, അഭിമാനം. അത് അപഹസിക്കപ്പെടുക, അല്ലെങ്കിൽ അത് അപമാനിക്കപ്പെടുക, വ്യക്തിഹത്യ ചെയ്യപ്പെടുക, ചോദ്യം ചെയ്യപ്പെടുക, അത് ഇസ്ലാം അനുവദിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു റസൂൽ കൃത്യമായിട്ട് അന്ന് ലോകത്തെ സംബോധന ചെയ്തുകൊണ്ട് അറഫയിൽ വെച്ച് പ്രഖ്യാപിച്ചത് ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാലക്കും അലൈക്കും ഹറാം. നിങ്ങളുടെ ജീവൻ വിലപ്പെട്ടതാണ്, നിങ്ങളുടെ സമ്പത്ത് വിലപ്പെട്ടതാണ്, അഅറാലക്കും നിങ്ങളുടെ അഭിമാനം അമൂല്യമാണ്, വിലപ്പെട്ടതാണ്. ഒരു മനുഷ്യന്റെയും സമ്പത്ത് അപഹരിക്കപ്പെടാൻ പാടില്ല, കൊള്ളയടിക്കപ്പെടാൻ പാടില്ല. ഒരു മനുഷ്യന്റെയും രക്തം ചിന്തപ്പെടാൻ പാടില്ല. ഒരു മനുഷ്യന്റെയും അന്തസ്, അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന ഒരു സൂചന പോലും പാടില്ല. ഒരു ഷെയറിംഗ് പാടില്ല, ഒരു കമന്റ് പാടില്ല, ഒരു വർത്തമാനം പാടില്ല. കൃത്യമായിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, കഹർമത്തി യൗമിക്കും ഹാദാ ഫി യൗമിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ. ഈ വിശുദ്ധമായ മക്ക നഗരിയിൽ, ഈ വിശുദ്ധമായ മാസമാകുന്ന ദുൽഹജ്ജ മാസത്തിൽ, ഈ ദുൽഹജ്ജ മാസത്തിലെ ഈ അറഫ ദിനത്തിന്റെ വിശുദ്ധി പോലെ, പവിത്രത പോലെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും ഒക്കെ വിശുദ്ധമാണ്, പവിത്രമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് വലിയ പ്രാധാന്യമാണ് ഇസ്ലാം കൊടുക്കുന്നത്. ഒരാളെ പരിഹസിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല, ഒന്നും പാടില്ല എന്നുള്ളതല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. സ്ത്രീകൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ അപമാനിക്കുന്നതിൻ്റെ കുറ്റം നമുക്കറിയില്ലേ? ഒരു പെണ്ണിൻ്റെ ഏറ്റവും വിലപ്പെട്ടതാണ് അവളുടെ ചാരിത്രം എന്നുള്ളത്. ആ ചാരിത്രത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളെ ഇസ്ലാം കടുത്ത ശിക്ഷയല്ലേ കൊടുക്കുന്നത്? കടുത്ത ശിക്ഷ കൊടുക്കണമെന്നല്ലേ? ഖദ്ഫുൽ മുഹ്സനാത്തും 7 വൻ പാപങ്ങളിൽ അല്ലാഹു റസൂൽ എണ്ണിയതൊന്ന് ഖദ്ഫുൽ മുഹ്സനാത്തുൽ മുഅ്മിനാത്തുൽ ഗാഫിലാത്ത് എന്നാണ്. സാധുക്കളായ പെണ്ണുങ്ങളെക്കുറിച്ച് വ്യഭിചാരോപണം നടത്തുക. കാരണം മനുഷ്യന്റെ അഭിമാനം അത്രമാത്രം വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങളാകുമ്പോൾ സമൂഹത്തിന് മുമ്പിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അവർക്ക് അവസരങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് കുറവായിരിക്കും. അതുകൊണ്ട് സ്ത്രീകൾക്കെതിരെ അധിക്ഷേപ വാക്ക് നടത്തുന്ന ആളുകൾ കഠിനമായ കുറ്റം ചെയ്യുന്ന ആളുകളാണെന്ന് അല്ലാഹുവിന്റെ നമ്മെ പഠിപ്പിക്കുന്നു. പരിഹസിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ഒരാളെയും കളിയാക്കരുത്. ഒരുപക്ഷെ അവരായിരിക്കും നല്ലവർ. അങ്ങനെ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. തെറ്റുകളും കുറ്റങ്ങളൊക്കെ കണ്ടാൽ അത് മറച്ചു വെക്കാൻ പഠിപ്പിക്കുന്ന ആശയം നോക്കണം. ഒരാൾ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അത് സമൂഹത്തിൽ പറയാനോ വാട്സപ്പിൽ പ്രചരിപ്പിക്കാനോ നല്ലല്ലോ നമ്മൾ നമ്മ പഠിപ്പിക്കുന്നത്. മറ്റാർക്കും എന്തുമാവാം. നാം ഒരു മഹത്തായ സംസ്കൃതിയുടെ ആളുകളാണ്. നാം നമ്മുടെ ഫോണിൻ്റെ ബട്ടണിൽ കൈ അമർത്തുമ്പോൾ ശ്രദ്ധിക്കണം സഹോദരന്മാർ. ഇത് ഏതെങ്കിലും എൻ്റെ കൂടെയുള്ള മനുഷ്യൻ്റെ മാനത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്നുണ്ടോ? അത് കുറ്റകരമായ കാര്യമാണ്. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്തറു അബ്ദുൻ അബ്ദൻ ഫിദ്ദുനിയ ഇല്ലാ സതറഹു അല്ലാഹു യൗമൽ ഖിയാമ. ഒരാൾ തെറ്റ് ചെയ്യുന്നത് കണ്ടു, കള്ള് കുടിക്കുന്നത് കണ്ടു, സമൂഹത്തിൽ മാന്യനാണ്, വ്യഭിചരിക്കുന്നത് കണ്ടു, അത് വിളിച്ചു പറയാൻ പറ്റുമോ? പ്രചരിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അത് മറച്ചു വെക്കണം, ഒളിപ്പിച്ചു വെക്കണം, മിണ്ടാ നടക്കണമെന്നാണ്. എന്നാൽ ഇവന്റെ കുറവുകൾ അല്ലാഹു അന്ത്യനാളിൽ മറച്ചു വെക്കുമെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. തെറ്റുകൾ കണ്ടാൽ തിരുത്താം, പറഞ്ഞു കൊടുക്കാം. പക്ഷെ അത് ഭാഷ പോലും എത്ര മാന്യമായിരിക്കണമെന്നാണ് അല്ലാഹു റസൂലിന്റെ ഒക്കെ ഒരു മാതൃക. ഒരിക്കലും ഒരു തെറ്റ് ചെയ്യുന്ന ആളുകളെ പേര് പറഞ്ഞുകൊണ്ട് പരാമർശിച്ച ഹദീസ് കാണില്ല. ഇന്ന വ്യക്തി എന്നത് ചെയ്തു പറയാൻ ഹദീസിൽ ഉണ്ടാവില്ല. പലപ്പോഴും തെറ്റ് ചെയ്താൽ അല്ലാഹു റസൂൽ സ്വഹാബത്തിനൊക്കെ വിളിച്ചു വരുത്തും. മദീന പള്ളിയിൽ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നൊരു ഭാഷയുണ്ട്. ആ ഭാഷ്യം എത്ര മനോഹരമാണ്. മാ ബാലു അഖ്വാം, അങ്ങനെ പറയുന്നത്. മാ ബാലു അഖ്വാം, എന്താ ചില മനുഷ്യന്മാരെ അവസ്ഥ, അങ്ങനെ പറയും. അങ്ങനെ പറയില്ലേ? എന്നിട്ട് ആ കാര്യം പറയും. അതല്ലാതെ ഒരാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാറില്ല.
ഒരാൾ കാല് കഴുകുമ്പോൾ വെള്ളം ശരിക്കും കാല് നനഞ്ഞിട്ടില്ല, നിര്യാണ്ട മുകളിൽ നനഞ്ഞിട്ടില്ല, വുളു ശരിയാവില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിനോട് പറയാണ്, അയാളെ പരാമർശിക്കുന്നേയില്ല. വൈലുല്ലിൽ അഖാബി മിനൻ നാർ, വളരെ ഗുരുതരമായ തെറ്റാണ് കാലുകൾ വെള്ളം ചേർക്കാതിരിക്കുന്നത്. വുളു എടുക്കുമ്പോൾ ആ കാൽപാദങ്ങളൊക്കെ നരകത്തിലേക്ക് പോകും, അപകടമാണ്. അല്ലാഹു റസൂൽ സൂചന കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു മനുഷ്യനെയും വേദനിപ്പിക്കാതെ സംസാരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു സ്വഹാബി, നബിയുടെ കൂടെ ഉള്ള ഒരു മുസ്ലിമായ മനുഷ്യൻ മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് താൻ പ്രണയിച്ച തൻ്റെ പ്രേമഭാജനത്തിനെ കണ്ടെത്താനാണ്. എല്ലാവരും ഹിജ്റ പോകുന്നതിന് വേണ്ടിയാണ്, അല്ലാഹുവിന് വേണ്ടി, റസൂലുള്ളാഹിക്ക് വേണ്ടി, ആദർശത്തിന് വേണ്ടി ഹിജ്റ പോകുന്നു. എന്നാൽ ഒരാൾക്ക് തൻ്റെ പ്രണയപ്പെട്ട കാമിനിയെ കണ്ടെത്തണം, അവൾ ഹിജ്റ പോയിട്ടുണ്ട്, അവളെ കൂടെ പോകണം, ആ കൊതിയോടുകൂടി അയാൾ പോവാണ്. അയാളെ പോലും അല്ലാഹു റസൂൽ വിമർശിക്കുന്ന അല്ലെങ്കിൽ തിരുത്തുന്ന രീതി നോക്കണം. ഒരാൾ ഹിജ്റ പോകുന്നത് ദുന്യവിയായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, കച്ചവടം അല്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കെട്ടണം എന്ന മോഹത്തോടു കൂടിയാണെങ്കിൽ അയാളെ ഹിജ്റ കൊണ്ട് ഫലമില്ല, ആ ഹിജ്റ കൊണ്ട് നേട്ടമുണ്ടാവില്ല എന്ന് കൃത്യമായിട്ടുള്ള റസൂൽ പറയുമ്പോൾ വ്യക്തിയെ പരാമർശിക്കുന്നില്ല. മനുഷ്യന്റെ അഭിമാനം, അന്തസ്, അത് ഏറ്റവും പ്രധാനമാണ്. അതിൻ്റെ പ്രഖ്യാപനമുണ്ടായ ലോകത്തെ ഏക ദിനമാണ് അറഫ ദിനം. ഇങ്ങനെ എല്ലാം കൊണ്ട് ധന്യമായ അറഫ. ഒരുപാട് അല്ലാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റാവുന്ന സുവർണാവസരങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ. എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യും, നന്നായിട്ട് പരിശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ, നാവുകൊണ്ടും മറ്റുള്ളവരെ ദ്രോഹിക്കാതെ കഴിയുന്നത്ര സൽക്രമങ്ങളിൽ വ്യാപൃതരാവാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും അറഫ നോമ്പ് ആരും നഷ്ടപ്പെടുത്തരുത്. പല ആളുകൾക്കുള്ള സംശയമാണ്, അറഫ മക്കയിൽ നടക്കുന്നത് ഇൻഷാ അല്ലാഹ് ചൊവ്വാഴ്ചയായിരിക്കും, നമ്മുടെ അറഫ ദിനം ബുധനാഴ്ചയാണ്. റസൂലുള്ളാഹിന്റെ കാലത്തും അതിന് ശേഷമൊക്കെ സംഭവങ്ങളാണ് ഇതൊക്കെ. കാരണം ഭൂമി ഉരുണ്ടുകൊണ്ടല്ല, എല്ലായിടത്തും ഒരുപോലെ ആവില്ല. മക്കത്ത് ബാങ്ക് വിളിക്കുമ്പോൾ നമുക്ക് നിസ്കരിക്കാൻ പറ്റുമോ? നമ്മൾ നോമ്പ് തുറന്ന് 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സൗദിയിൽ നോമ്പ് തുറക്കുക. എല്ലാം ഏകോപിപ്പിക്കാൻ പറ്റില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഷാമിലൊക്കെ റസൂലുള്ളാഹിന്റെ കാലശേഷമൊക്കെ ഖിലാഫത്തിന്റെ കാലത്ത് അവിടെയൊക്കെ മാസം കണ്ടു. മദീനയിൽ വേറെ ദിവസമായിരുന്നു, ശനി വെള്ളിക്കൊക്കെ ഹദീസ് സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ് കാണാൻ കഴിയും. അത് ഇക്കാലത്ത് നമുക്ക് അറിയാൻ സംവിധാനമുണ്ട്. പക്ഷേ ഇസ്ലാം നമ്മുടെ കുറച്ച് ആൾക്കാർക്ക് മാത്രമുള്ളതല്ല. മലകളിൽ താമസിക്കുന്ന ആദിവാസിക്കും, കാടുകളിൽ താമസിക്കുന്ന ആളുകൾക്കും, മരുഭൂമിയിൽ താമസിക്കുന്ന ആളുകൾക്കും ഒക്കെ ഇന്ന് ആധുനിക രീതിയിൽ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി വളർന്നത് കൊണ്ടാണ് മക്കയിൽ അറഫ ചൊവ്വാഴ്ചയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതില്ലാത്തൊരു കാലം ഇനി ഉണ്ടായേക്കാം. പക്ഷെ ഇസ്ലാം കാലികമാണ്, എക്കാലത്തേക്കുമുള്ളതാണ്. അതുകൊണ്ട് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു മാനദണ്ഡമാണ് റുഅ്യത്തുൽ ഹിലാൽ, ചന്ദ്രനെ കാണുക എന്നുള്ളത്. ഓരോ നാട്ടിലും ചന്ദ്രനെ കാണുന്നതനുസരിച്ച് കൊണ്ടാണ് തീരുമാനിക്കപ്പെടുക. ദുൽഹിജ്ജ 9 അതാണ് പരിക്കൽ, അന്നാണ് നാം അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. ബുധനാഴ്ച നോമ്പ് വളരെ പ്രധാനപ്പെട്ട നോമ്പാണ്. 2 കൊല്ലത്തെ, വരാനിരിക്കുന്നൊരു കൊല്ലത്തെ നോമ്പ് എന്നെ പാപം പോലും ഉറപ്പിക്കുമെന്ന് പറയുമ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളൊക്കെ ഒരു സൂചന തരുന്നുണ്ട്. അടുത്തൊരു കൊല്ലത്തെ എന്ന് പറയുമ്പോൾ അടുത്തൊരു കൊല്ലത്തെ ദോഷം പൊറുക്കണമെങ്കിൽ നാം ജീവിച്ചിരിക്കേണ്ടേ? അപ്പോൾ അടുത്തൊരു വർഷം കൂടി നമ്മൾ അടുത്ത വർഷം കൂടി നാം ജീവിക്കുമെന്നതൊരു സൂചന കൂടി ആ നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ കിട്ടുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അനുഗ്രഹീതമായ രാപ്പകലുകളാണ്, കഴിയുന്നത്ര ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കണമേ എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.